കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി 2 ദിവസമായി തേക്കടിയിൽ നടന്ന സംസ്ഥാന നേതൃത്വ ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. KJU ദ്വിദിന സംസ്ഥാന നേതൃത്വ ക്യാമ്പ് 2 ദിവസങ്ങളിലായാണ് തേക്കടി ബാംബു ഗ്രൂവിൽ വെച്ച് നടന്നത്. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് നമ്മൾ ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കൺട്രിയാണ്, ഒരു സ്റ്റേറ്റാണ് ഇവിടെ. നമുക്ക് ആരെയും വിമർശിക്കാം. നമ്മുടെ ഡെമോക്രസിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ ട്രഷറർമാരും ഉൾപ്പെടെയുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KC സ്മിജൻ ആമുഖ പ്രസംഗം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജചന്ദ് നീർണാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. KJU ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് KJU ന്യൂസ് പ്രകാശിപ്പിച്ചു. പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ PU സാജു, IFS അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത്, സംസ്ഥാന ട്രഷറർ EP രാജീവ്, സംസ്ഥാന സെക്രട്ടറി ബിജു ലോട്ടസ്, ജില്ലാ പ്രസിഡന്റ് സജി തടത്തിൽ, ജില്ലാ സെക്രട്ടറി ഷാജി കുരിശുമൂട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുത്ത ഡോക്ടർ ജിൽസൺ ജോൺ, സണ്ണി മാത്യു, A മുഹമ്മദ് ഷാജി, ജോബി ജോസ് ആനിത്തോട്ടം എന്നിവരെ ആദരിച്ചു. സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽ അടിയന്തരമായി പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. മുൻമന്ത്രി MM മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. KJU സംസ്ഥാന ഭാരവാഹികളായ സനിൽ അടൂർ, പ്രകാശൻ പയ്യന്നൂർ, പ്രമോദ് കുമാർ, ബിജോയ് പെരുമാട്ടി, M സുജേഷ്, MA ഷാജി, ആഷിഖ് മണിയാങ്കുളം, PB തമ്പി, സനൂപ് സ്കറിയ, ഷിജോ ഫിലിപ്പ്, വനിതാ വിംഗ് കൺവീനർ ആശ കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ ന്യൂഡൽഹി JNLI ഫാക്കൽറ്റി അബ്ദുൾ റഷീദ്, പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ നേച്ചർ എഡ്യൂക്കേഷൻ ഓഫീസർ സേതു പാർവതി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ രാജകുമാരി.